Hi friends, welcome back to our channel. നമ്മൾ ഇന്ന് പഴുത്തതൊക്കെ വെച്ച് അപ്പം ഉണ്ടാക്കാൻ പോവുകയാണ്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പഴുത്ത ചക്ക, തേങ്ങ, ശർക്കര, ഗോതമ്പ് പൊടി, ഉപ്പ്, ഏലക്കാപ്പൊടി, ജീരകപ്പൊടി, വെള്ളം. ചക്കയെല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കാം. നമുക്ക് നമ്മുടെ ഗോതമ്പ് പൊടി ഒന്ന് കുഴച്ചെടുക്കാം. ഇതൊരു 3 കപ്പ് ഗോതമ്പൊടി ഉണ്ട്. 1 സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഈ ഒരു പരുവത്തിൽ കുഴച്ച് എടുക്കണം. നമുക്ക് ശർക്കര ഒന്ന് ചെറുതായിട്ട് ചീകിയെടുക്കാം. ശർക്കര ഇതുപോലെ ചെറുകിയെടുക്കാം. നമ്മുടെ ചക്ക അരിഞ്ഞ് ശർക്കര ചീകി എടുത്തിട്ടുണ്ട്. നമുക്കിനി ശർക്കരയും ചക്കയും തേങ്ങയും എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. അടുപ്പത്ത് ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മുടെ ചക്കയും തേങ്ങയും ശർക്കരയും എല്ലാം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ തിരിഞ്ഞ് വെച്ചിട്ട് തേങ്ങയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്കപ്പൊടിയും കുറച്ച് ജീരകപ്പൊടിയും കൂടി ചേർത്ത് ടേസ്റ്റ് അനുസരിച്ച് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ചക്കയിലെ വെള്ളമെല്ലാം വറ്റി വഴണ്ടി വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് ആറാൻ വയ്ക്കാം. നമ്മൾ വാഴയിലയിലാണ് ഇതുണ്ടാക്കുന്നത്. വാഴയില വാട്ടി ഇതുപോലെ കീറി എടുത്തിട്ടുണ്ട്. അത് ഇലയിൽ ഇങ്ങനെ പരത്തി എടുത്തിട്ട് അതിനകത്ത് ഫില്ല് ചെയ്യുവാണ്. ഇതുപോലെ നമുക്ക് ബാക്കി ഇലയിലൂടെ പരത്തിയെടുക്കാം. നമ്മളെല്ലാം പരത്തി ഇഡ്ഡലിക്കുട്ടകത്തിൻ്റെ തട്ടിൽ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇത് അടുപ്പിൽ വെക്കാം. അടുപ്പിൽ വെച്ചിട്ടുണ്ട്. നമുക്കിത് വേവുന്ന വരെ ഒന്ന് ഹീറ്റ് ചെയ്യാം. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചേക്കാം. നമ്മുടെ ഇലയപ്പം ശരിയായിട്ടുണ്ട്. അരമണിക്കൂർ നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇത് നല്ല ചൂടാണ്. നമ്മളെല്ലാം ഇന്ന് ജസ്റ്റ് ഇങ്ങനെ വിട്ട് വരുന്ന നോക്കണം. വിട്ട് വരുവാണെങ്കിൽ വെന്തെന്നാണ്.
ഇപ്പോൾ തീ ഓഫ് ചെയ്യുക. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി അമർത്തുക. താങ്ക്